ക്ഷീരകർഷകർക്ക് പ്രയോജനമുണ്ടാകുന്ന തരത്തിൽ ധനമന്ത്രി അമേരിക്കൻ കുത്തകയ്ക്കെതിരെ ഇടപെട്ടു എന്നാണ് ഇന്നത്തെ വാർത്താ പ്രാധാന്യം. അതിന് മറ്റൊരു കാരണമുണ്ട്. ക്ഷീര അതായത് മിൽമയുടെ 1 ലിറ്റർ പാലിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. അദ്ദേഹം മാത്രമല്ല, മന്ത്രി ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയും ഇത് ഊന്നിപ്പറയുകയുണ്ടായി. അതിൻ്റെ വിശകലനങ്ങളിലേക്കാണ് ഇന്നത്തെ വാർത്ത. മിൽമ വീണ്ടും ഒരു വലിയ മാർക്കറ്റിംഗ് രംഗത്തെ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടെ ആരംഭിക്കുന്ന ഈ മിൽമ ബോട്ടിൽ മിൽക്കിന്റെ അവതരണം. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം തുടങ്ങുകയും തിരുവനന്തപുരം മേഖലയിൽ ആദ്യം വിപണനം ആരംഭിക്കുകയും തുടർന്ന് കേരളത്തിൽ മറ്റ് യൂണിയനുകൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ തന്നെ ചില ബോട്ടിൽ മിൽക്കുകൾ കിട്ടുന്നു. കേരളത്തിലുള്ള ചില സ്വകാര്യ കമ്പനികളുണ്ട്. അമുലിന്റെ ബോട്ടിൽ മിൽക്ക് 2 തരത്തിലുള്ള മിൽക്കുകളുണ്ട്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും അമുലിന്റെ മിൽക്കുകൾ കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ മേടിക്കുന്നതിനേക്കാളും അല്പം വില കൂടുതലാണ് ഈ പ്ലാസ്റ്റിക്. ഈ കുപ്പിയില് അത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കും. ആ കുപ്പിയിൽ വരുന്ന മിൽക്കിന് അല്പം വില കൂടുതലായിരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഈ കസ്റ്റമേഴ്സിന് ഈ ബോട്ടിൽ മേടിക്കുന്നതായിരിക്കും പ്രയോഗത്തിൽ ലാഭം. കാരണം ഒരു കുപ്പി മേടിച്ചോണ്ട് വെച്ചു കഴിഞ്ഞാൽ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അധികം ഉപയോഗിക്കുന്നില്ല. സാധാരണ രീതിയിൽ ഈ കുപ്പി ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല സൗകര്യപ്രദമായി കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിൽ മിൽമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലെ ഷെയറിൽ കുറച്ചുകൂടി അധികം കിട്ടാൻ ഈ പുതിയ മിൽക്ക് കൗ മിൽക്ക്, പ്രത്യേകിച്ച് കൗ മിൽക്കാണ് അങ്ങനെ കുപ്പി കൊടുക്കുന്ന സഹായിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ബോർഡ് മെമ്പർമാരോട് ചോദിക്കാറുണ്ട്, ഇവിടെ വെച്ച് കണ്ടപ്പോൾ കൗ മിൽക്ക് തന്നെയാണോ, എരുമയുടെ പാല് നിങ്ങളുടെ ഇവിടെ വരുന്നില്ലേ? അല്ല, കൗ മിൽക്ക് മാത്രമുള്ള സ്ഥലത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന മിൽക്കാണ് എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കൗ മിൽക്കിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. കൗ മിൽക്കാണ് ഈ ബോട്ടിൽ. അത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഇനിഷ്യേറ്റീവാണ് മിൽമ നടപ്പിലാക്കുന്നത്. മിൽമ കേരളത്തിൽ നടപ്പിലാക്കുന്ന പല ഇനിഷ്യേറ്റീവും കേരളം കണികണ്ട് ഉണരുന്ന നന്മ എന്നുള്ളത് പരസ്യകാര്യമല്ല. അത് ക്ഷീരകർഷകരുടെ ഒരു വിശ്വാസം ആർജിച്ച വലിയ പ്രസ്ഥാനമാണ്. കേരളത്തിൽ 14 ലക്ഷത്തിലധികം ക്ഷീരകർഷകരുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ചിലപ്പോൾ വ്യത്യാസം കൂടുതലുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷീരരംഗത്തെ ഉദാഹരണം അമുലാണ്. അമുലിന് 50,000 കോടിയിലധികം സെയിൽസ് ഉണ്ട്. 50-ലും 60-ലൊക്കെ ആയിക്കാണുമെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോൾ ഞാൻ മുമ്പ് പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ സന്ദർശിക്കുകയും അവരുടെ പ്രോസസ്സിംഗ് ആണ് ചെയ്തതിന്റെ അനുഭവത്തിൽ അന്നത്തെ സ്ഥിതി പറയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നെസ്ലയാണ്. ലോകത്തെ 2ാം സ്ഥാനം അമുലാണ്. അമുലിന്റെ അത്രയും വരില്ലെങ്കിലും ഇന്ത്യയിൽ അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന 2-3 സ്ഥാപനങ്ങളിലൊന്നാണ് നമ്മുടെ മിൽമ. അമുലിന്റെ പ്രത്യേകത, പാല് വാങ്ങുന്ന ഒരാൾ 100 രൂപയുടെ ഉൽപ്പന്നം, പാലോ ഐസ്ക്രീമോ മറ്റു പേടയോ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിനകത്തെ 60 രൂപയോളം 60 രൂപയ്ക്ക് അടുത്ത് കർഷകന് കിട്ടും. അതാണ് കോപ്പറേറ്റീവ്സിന്റെ പ്രത്യേകത. നെസ്ലയിലാണെങ്കിൽ യൂറോപ്യനാണ്, അത് 40 രൂപ താഴെ കിട്ടും. ഇപ്പോൾ ഫാർമേഴ്സിന് ഏറ്റവും കൂടുതലുള്ളതാണ് ഈ കോപ്പറേറ്റീവ്സ്. മിൽമയും ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും. മിൽമയുടെ കേരളത്തിലാകെയുള്ള കച്ചവടം അമുലിന്റെ അത്രയും വരില്ലെങ്കിലും ഇപ്പൊ തിരുവനന്തപുരം യൂണിയൻ കഴിഞ്ഞ വർഷമൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. മറ്റു യൂണിയനുകളും നന്നായി പോകുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കോവിഡ് സമയത്തെ ചില അനുഭവങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മൂർക്കനാട് പാൽ പൊടി ഫാക്ടറി സ്ഥാപിച്ചു. കോവിഡ് സമയത്താണ്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ സമയത്തും 2ാം പിണറായി സർക്കാരിന്റെ സമയത്തും കോവിഡിന്റെ ബുദ്ധിമുട്ടുണ്ടായി. കോവിഡായപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൌൺ വന്നു. ഒരു ദിവസം 2 ലക്ഷം ലിറ്റർ പാല് വരെ വേസ്റ്റ് ആവുന്ന അനുഭവം നമുക്കുണ്ട്. സാധാരണ നമ്മുടെ മിൽമ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടാണ് പാല് പൊടിയാക്കി എടുക്കുക. പക്ഷെ അവിടെയും ഈ ലോക്ക്ഡൌൺ ആയത് കാരണം പാല് എടുക്കാൻ പറ്റുന്നില്ല. പാല് വളരെ നല്ല വസ്തുവാണെങ്കിലും ചീത്തയായി ഇത്രയും മോശപ്പെട്ട വസ്തുവില്ലെന്ന് നിങ്ങൾക്കറിയാം. പാല് ചീഞ്ഞാനുള്ള വാട വളരെ വലുതാണ്. ഇത് ഒഴുക്കിക്കളയേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വലിയ തുക, ഏകദേശം 50-100 കോടിക്ക് അടുത്ത് വരുന്ന അനുബന്ധമായ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ മൂർക്കനാട് അങ്ങനെ ഒരു ഫാക്ടറി വന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതൊക്കെ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ ക്ഷീരകർഷകരെ സഹായിക്കാൻ വന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇന്നിപ്പോ നമുക്ക് അത്യാവശ്യം 2 ലക്ഷം ലിറ്റർ പാല് വേണമെങ്കിലും പൊടിയാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളിലേക്ക് കേരളത്തിലെത്തി. കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്.
14 ലക്ഷം കൃഷിക്കാരെ ജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നല്ല പാല് നോക്കി. നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പാല് വന്നാൽ എന്ത് ചെയ്യും? അമേരിക്ക എന്നുള്ള പാലല്ല, അതായത് ആസ്ട്രേലിയ എന്നുള്ള പാലാണ്. ആസ്ട്രേലിയയിലെ എന്നുള്ള പാല് ഇപ്പം ഫ്രീ ഓപ്പൺ മാർക്കറ്റ് കൊടുത്താൽ 30 രൂപയ്ക്ക് അടുത്ത് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ 60 രൂപയ്ക്ക് 55 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 30 രൂപയ്ക്ക് വന്ന ആളുകൾ മേടിക്കാം, 30 രൂപയുടെ പാല് മേടിക്കും. നമ്മൾ ശരിക്കും ലാഭമില്ല. ഇപ്പൊ സിറ്റിയിലുള്ളൊരു പശുകൃഷിയില്ലല്ലോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ പശുകൃഷി ചെയ്യുന്നവരെന്ത് ചെയ്യും? ഓരോ നാട്ടിലെയും വരുമാനം അവരുടെ തൊഴിലുമനുസരിച്ചിട്ടാണ്, അവിടുത്തെ ജീവിത ചെലവനുസരിച്ചാണ് വില വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ 14 ലക്ഷം പേർക്ക് വരുമാനം ഇല്ലാതെ വരുമ്പം സർക്കാരിലേക്ക് വരുന്ന വരുമാനം, പൊതുവരുമാനം, നിങ്ങൾക്ക് മറ്റുള്ള ടൗണിലുള്ളവർക്ക് ശമ്പളം കിട്ടുന്ന വരുമാനം ഒക്കെ ഇല്ലാതാവും, അത്രയും പേർക്ക് ജോലി ഇല്ലാതെ വന്നാൽ. അതുകൊണ്ട് അങ്ങനെ യഥേഷ്ടം ഇറക്കുമതിക്ക് അനുവാദം കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കം, ഇന്ത്യൻ എക്കണോമി കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ 50% ചുങ്ക് ഏർപ്പെടുത്തും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിയാണ്. ഭീഷണിക്ക് കുറച്ചൊക്കെ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഒരു മാസം മുമ്പ് പറഞ്ഞു, ഇന്ത്യൻ എക്കണോമി ആൻഡ് റഷ്യൻ എക്കണോമീസ് ആർ ടു ഡെഡ് എക്കണോമീസ് ബിക്കോസ് ദേ ആർ ഹാവിംഗ് ദ ഹയസ്റ്റ് താരിഫ് റേറ്റ് ഇൻ ദ വേൾഡ്. ആ താരിഫ് റേറ്റ് ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കവും അല്ല, ഇന്ത്യക്കകത്തെ ഡൊമസ്റ്റിക് താരിഫും വളരെ വലുതാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഡൊമസ്റ്റിക് താരിഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന GST. നിങ്ങൾക്ക് 28, 18, 12, 5 എന്ന 4 സ്ലാബുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കൂടാതെ ഹൈ താരിഫുകളുണ്ട്. അപ്പൊ ഈ താരിഫുകൾ കുറയ്ക്കണമെന്ന് കൂടിയാണ്. ഇന്ത്യക്കകത്തെ ബിസിനസ് കൂടുതൽ നടക്കണമെങ്കിൽ താരിഫ് കുറയ്ക്കണം. ആപ്പ് ബിസിനസ് നടക്കണമെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു വലിയ ആപ്പിൾ ഫോൺ, അവർക്ക് മാർക്കറ്റിൽ ഇവിടുത്തെ താരിഫ് ഒരു 10-15% ടാക്സി കുറഞ്ഞാൽ 10,000-15,000 രൂപയ്ക്ക് കുറച്ച് കൊടുക്കാം, കൂടുതൽ മാർക്കറ്റ് കിട്ടും. നമ്മൾ വിചാരിക്കും ഇത് നല്ലതാണല്ലോ, വില കുറയുന്നതാണ്. പക്ഷെ ഇങ്ങനെ വില കുറയ്ക്കാൻ നേരത്തെ ഒരിക്കൽ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഈ GST സമ്പ്രദായം ഇന്ത്യ വന്നപ്പോൾ 15% ഈ RNR എന്ന് പറയും, റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് 100 രൂപയുടെ സാധനം വിറ്റാൽ 15 രൂപയാണ് GST വന്നപ്പോൾ ഇന്ത്യയിലാകെ ടാക്സ് വരും. അത് പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെയാണ് GST വന്നത്. പക്ഷെ 2019 ഇലക്ഷൻ സമയത്ത് അത് കുറച്ചു. അതിപ്പോ 11 രൂപയുള്ളൂ, 11% ഉള്ളൂ. അന്ന് കുറെ സാധനങ്ങൾക്ക് വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് കുറച്ചത്. കേരളത്തിലെ GST ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റഡി നടത്തി. 25 ഇനം എടുത്തിട്ട് സ്റ്റഡി നടത്തിയപ്പോൾ ഇതൊന്നും ഈ ടാക്സ് കുറച്ചത് കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. ഉദാഹരണം ഞാൻ പറയാം. റെഫ്രിജറേറ്റർ, 20,000 രൂപയുള്ള റെഫ്രിജറേറ്റർക്ക് ഒരു ഫ്രിഡ്ജിന്, അല്ലെ 10,000 രൂപയുള്ള ഏറ്റവും മിനിമം വിലയുള്ള ഫ്രിഡ്ജിന് അന്ന് വരെ 28% അപ്പം 12,800 നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. ഇത് 10% കുറച്ച് 18% ആക്കി. അപ്പൊ എത്ര അടയ്ക്കേണ്ടി വരും? 11,800 ആവേണ്ടത്. പക്ഷെ കേരളത്തിൽ സ്റ്റഡി നടത്തിയപ്പോൾ ഒരിടത്തും ഈ വില 11,800 ആയിട്ടില്ല, പഴയ 12,800 തന്നെ നിൽക്കുക. അപ്പൊ ഈ കിട്ടുന്ന ടാക്സ് അളവ് യഥാർത്ഥത്തിൽ വരുന്ന കമ്പനികൾക്കാണ് കിട്ടുക. ഇപ്പൊ ഇലക്ട്രോണിക്സിന് കുറച്ച് നിൽക്കുന്നത്, ഒരു TV-ക്കോ ഒരു ഫ്രിഡ്ജിനോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ അന്നേരം കുറച്ചാലും അടുത്ത മോഡൽ നോക്കിയിട്ട് പഴയ വില തന്നെ മേടിക്കും. ഞാൻ പറഞ്ഞത് ഇതിന്നിപ്പോ എന്താ ഞാനിവിടെ പറയുന്നത് സാങ്കേതികം തോന്നാം. GST വലിയ തോതിൽ കുറച്ച് എല്ലാവരെയും ദീപാവലിക്ക് വലിയ ഗുണമുണ്ടാക്കാവുന്ന കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള മീറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2-3 ദിവസം ഞങ്ങൾ ആ മീറ്റിംഗുകളുണ്ട്. ഇത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെയും കൺസ്യൂമർമാരെ എങ്ങനെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. റവന്യൂ ന്യൂട്രൽ റേറ്റ് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഖജനാവ് കാലിയാവും. കസ്റ്റമർക്ക് ഈ ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട്. ഇതുപോലുള്ള ആശങ്കകൾ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഇമ്പോർട്ടും കൂടെ അനുവദിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്ന് പറഞ്ഞാൽ പാല് വന്നാൽ 14 ലക്ഷം കൃഷിക്കാരുടെ കാര്യം, പിന്നെ മിൽമ പോലുള്ള സ്ഥാപനങ്ങളും വേണ്ട, ഇതുപോലുള്ള സംവിധാനം വേണ്ട. കുറച്ചു കാലത്തേക്ക് നല്ലതാണെന്ന് തോന്നും. പക്ഷെ നമ്മുടെ എക്കണോമി കുറച്ചുകൂടി തകരും. ഓരോ മേഖലയിലും തൊഴിലില്ലായ്മ വ്യാപിക്കും. അപ്പോ മറ്റുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് ക്രൈസിസ്, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ എക്കണോമിയിലേക്ക് ചാർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ അറ്റാക്ക് നടക്കുന്ന ഒരു കാലമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയാമെന്ന് കരുതി ഞാൻ പറഞ്ഞതാണ്. അവിടെയാണ് 30 രൂപയ്ക്ക് പാല് വന്നാൽ 60 രൂപ ശരാശരി കിട്ടുന്ന, 55 രൂപ ശരാശരി കിട്ടുന്ന കേരളത്തിലെ ക്ഷീരകർഷകർ ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രശ്നം, ഓരോ മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോക വ്യാപാര രംഗത്തുകൂടി ഇന്നുകൂടി നേരിടുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റ് കോമ്പറ്റീഷനും നമ്മുടെ ഒരു കേപ്പബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് ഇറക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഈ കാര്യം എത്തിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ നന്നായി വിശ്വസിച്ച ആളുകൾ മേടിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ചായ കുടിക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ മിൽമ നാടൻ പാലാണോ അല്ലെങ്കിൽ മിൽമ പാലാണോ എന്ന് ചോദിക്കും.
അത് മിൽമയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണെന്നാണ് ഏറ്റവും പ്രധാന പ്രശ്നം. മിൽമ പാലാണെങ്കിൽ ധൈര്യമായിട്ട് ചായ ഇട്ടോ കുടിക്കാം, എത്ര കുടിച്ചാലും കുഴപ്പമില്ല. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മിൽമ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ സാധാരണ കർഷകർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന, അവർക്ക് ഏറ്റവും നല്ല കൃത്യമായി അവർക്ക് വരുമാനവും എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഈ പുതിയൊരു സംഭവം ഇറക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ പിന്തുണയും ആ കാര്യങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, മൃഗസംരക്ഷണ വകുപ്പിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും. കേരളത്തിലെ ക്ഷീര കർഷകർ രക്ഷപ്പെടുമോ? പൊതുവെയുള്ളൊരു ആക്ഷേപം, പാലിന് വില കൂട്ടുന്നതിനൊപ്പം ക്ഷീര കർഷകർക്ക് അതിൻ്റെ മെച്ചം ലഭിക്കുന്നു എന്നാണ് വെപ്പെങ്കിലും പലരെയും കാണുമ്പോൾ അവർ പറയുന്നത് പാലിന് വില കൊടുക്കുന്നതോടൊപ്പം കാലിത്തീറ്റയുടെ വിലയും കൂട്ടിക്കൊടുക്കുന്നു എന്നാണ്. എന്തായാലും ഇവരുടെയൊക്കെ ഈ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് സബ്സിഡികളും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ ധനമന്ത്രിയും ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമൊക്കെ പ്രസ്താവിക്കുന്നത്. ക്ഷീര കർഷകർക്ക് ഗുണമുണ്ടാകട്ടെ. 30 രൂപയ്ക്ക് അമേരിക്കയിൽ നിന്ന് പാല് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് പാല് ഇറക്കുമതി കിട്ടുമ്പോൾ 52 രൂപ ഗ്രാമീണ മേഖലയിൽ 1 ലിറ്റർ പാലിനുണ്ട്. അത് പാക്ഡ് ആവുമ്പോൾ 70 രൂപയായി. ഏത് പാല് ജനം സ്വീകരിക്കും? എന്തായാലും അധിക നാൾ കുത്തകകളെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ. വ്യാപാര കരാറുകൾ പുതുക്കുമ്പോൾ, നീക്കുപോക്കുകൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ക്ഷീര മേഖലയും ബാധിച്ചേക്കാം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു പ്രത്യാശ സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി.